വേണ്ടി ചാരപ്പണി. ഇന്ത്യയുടെ സുപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയ ഇന്ത്യക്കാരൻ അറസ്റ്റിൽ. ഭാരതത്തെ അപകടത്തിലാക്കാൻ തക്ക കൂട്ടാളികൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാകട്ടെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്നതാണ് വിലയിരുത്തൽ. ഇവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. ഇന്ത്യയുടെ അതീവ രഹസ്യ സുരക്ഷാ വിവരങ്ങൾ പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് കൊൽക്കത്ത സ്വദേശിയായ സഫർ റിയാസ് അഥവാ റസ്വിയെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ദീർഘനാളായി തന്നെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന റസ്വിയാകട്ടെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്നതാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. പണത്തിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ പൗരത്വവും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇയാളെ അവിടെ ചാരവലയത്തിലേക്ക് ആകർഷിച്ചതെന്നതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. സുരക്ഷാ സേനയെ അതായത് വലിയ രീതിയിൽ ഇത്തരത്തിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ നിർണായക വിവരങ്ങൾ ചോർത്തിയ കേസിൽ കൂടുതൽ പേർക്ക് അന്വേഷണം വ്യാപിപ്പിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ തന്നെ സുരക്ഷാ ഏജൻസികൾ രാജ്യവ്യാപകമായ ജാഗ്രതയാണ് ശക്തമാക്കിയിരിക്കുന്നത്. 2005 മുതൽ തന്നെ സഫർ റിയാസ് നിരന്തരമായി തന്നെ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയ ഒരു വ്യക്തിയാണ്. ഇയാൾ ഒരു പാകിസ്ഥാൻ സ്വദേശിയായാണ് അവിടെ വിവാഹം കഴിച്ചിരിക്കുന്നതും. ഇയാളുടെ മകളും പാക് പൗര തന്നെയാണ്. പാകിസ്ഥാനിലേക്കുള്ള ഇത്തരം യാത്രകൾക്കിടയിലാണ് പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ സഫറിനെ ബന്ധപ്പെടുന്നതും ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്താൻ പ്രലോഭനം അവിടെ നൽകുന്നത്. വലിയ തുക പ്രതിഫലമായി തന്നെ നൽകാം എന്നതായിരുന്നു. അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ പൗരത്വവും നൽകാമെന്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇതിലെ പാക് ഏജന്റുമാർ ഇയാൾക്ക് വാഗ്ദാനം നൽകിയത്. ഭാരതീയ ന്യായ സംഹിതയുടെ വിവിധ വകുപ്പുകൾ പുറമെ തന്നെ കടുത്ത രാജ്യദ്രോഹ കുറ്റങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഭീകരവിരുദ്ധ നയമായ UAPA എന്നിവ പ്രകാരമാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ വലിയ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം ഇയാൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ തുടർന്ന് നേരത്തെ തന്നെ അധികൃതരാകട്ടെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ അവിടെ പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. കൂടാതെ തന്നെ കോടതി വഴി ഇയാളെ പ്രഖ്യാപിത കുറ്റവാളി എന്നും അവിടെ വലിയ രീതിയിൽ സ്ഥാപിക്കുകയും അതിനായി തന്നെയുള്ള പ്രഖ്യാപനങ്ങളും നടപടികളും പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണിപ്പോൾ ഇവിടെ ഈ ഒരു സംഘത്തിൽ അതായത് NIA സംഘത്തിന് പിടിയിലായത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ NIA നിലവിൽ വൻതോതിൽ റെയ്ഡുകളും അന്വേഷണങ്ങളും നടത്തി വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഭാരതത്തിനെതിരെ ചാരവൃത്തി ചെയ്തു എന്ന ആരോപണമായി ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.